ഹലോ, ഹലോ, ഇത് നികേഷ് അല്ലേ? ഇതാരാണ്? ഇത് നികേഷ് ആണോ? ഇതാരാണ്? പറഞ്ഞോ. ഞാന് ശ്രീനയാണ്. ആര്? ശ്രീനയാണ്. ശ്രീന. ശ്രീന. എന്താണ് ശ്രീന? പറഞ്ഞോ. ശ്രീന എന്ന് മനസ്സിലായോ? ഇല്ല, മനസ്സിലായിട്ടില്ല. പറഞ്ഞു. ഏത് ശ്രീനാണ്? ഇത് ഹൈറിച്ചിൽ വർക്ക് ചെയ്യണ നികേഷ് അല്ലേ? അതെ അതെ അതെ. ഐറിച്ചിൽ വർക്ക് ചെയ്യുന്നില്ല, ഐറിച്ചിൽ നമ്മളെ പറ്റിച്ചത്. ഹൈറിച്ച് എവിടെയാ പറ്റിച്ചത്? നിങ്ങൾ തന്നെ ഹൈറിച്ച് ക്ലോസ് ആണോ? ഹൈറിച്ച് പൈസ തന്നിട്ടില്ലേ? നിങ്ങൾ ഉടായിപ്പല്ലേ? നിങ്ങൾ ലോക ഉടായിപ്പല്ലേ? അല്ല, ഒരു കാര്യം ചോദിച്ചു. ഞങ്ങള് കൂടായ്പാണെങ്കിൽ ഞങ്ങള് കമ്പനിയുടെ അക്കൗണ്ട് ഫ്രീസ് ആവണ വരെ നികേഷിന്റെ പൈസ തന്നിട്ടില്ലേ? നമ്മളെ പൈസ വാങ്ങിച്ച് നമുക്ക് തരുന്നത് എങ്ങനെയാണ്? നമ്മളെ പൈസ വാങ്ങിച്ചിട്ട് നമുക്ക് തന്നെ തരുന്നല്ലേ? നിങ്ങളുടെ പൈസ മേടിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? പിന്നെ 100 രൂപ നമ്മളെ 13.5 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ആഴ്ചക്ക് 100 രൂപ തരുന്നതാണോ? മറ്റൊരു കാര്യത്തിനല്ല നികേഷ്, ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യത്തിനല്ല. നികേഷ് ഇട്ട് കൊടുത്തിട്ടില്ലേ ഹൈറിച്ചിനെതിരെ? എനിക്ക് ആ പേന്റെ ഡീറ്റെയിൽസ് ഒന്ന് കിട്ടണമായിരുന്നു. എന്തിനാണ്? ആ ഫോണിൽ നികേഷ് പറഞ്ഞിട്ടുള്ള ഒരു വലിയ കള്ളത്തരുണ്ട്. ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് നികേഷിന് പൈസ കിട്ടിയിട്ടില്ലാന്ന്. ഞങ്ങള് അക്കൗണ്ട് സ്റ്റാറ്റസ് എടുത്ത് നോക്കിയപ്പോ 6 ലക്ഷത്തി സംതിങ് നികേഷിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്, ബാങ്ക് ത്രൂ തന്നെ. അപ്പൊ പിന്നെ നിന്നെ നികേഷ് അങ്ങനെ ഒരു കള്ളത്തരം എഴുതിട്ട് കേസ് കൊടുത്തിരിക്കണേ, കാശ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. എങ്ങനെ കാശ് കിട്ടി? നിങ്ങൾ തട്ടിപ്പല്ല, നിങ്ങൾ മണി ചെയിൻ അല്ലേ നടത്തുന്നേ? നിങ്ങൾ ഒരു മിനിറ്റ്, ഈ ആൾക്കാരുടെ കോടികൾ വാങ്ങിച്ചിട്ട് നിങ്ങളെ മോളെയും മോന്റെയും ഈ പ്രതാപന്റെയും ശ്രീനാന്റെയും എല്ലാം പേരിൽ FD ഇടലാണോ നിങ്ങളെ ബിസിനസ്? നീ എന്നെ ഇതിന് മുന്നേ വിളിച്ചിട്ടുണ്ടോ ശ്രീന? നീ എന്നെ വിളിച്ചിട്ടുണ്ടോ? എന്താണ് പറഞ്ഞത്? എന്നിട്ട് നാഷണൽ പ്രൊമോട്ടർ ആക്കാന്ന് പറഞ്ഞിട്ട് അവര് നിനക്ക് ഓഫർ വെച്ചു പറഞ്ഞിട്ടാണ് നീ ഐഡിയ അടിച്ചു തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. നിനക്ക് നാഷണൽ പ്രൊമോട്ടർ ആക്കാൻ കമ്പനി സമ്മതിക്കണില്ല എന്ന് കണ്ടിട്ടല്ല നീ കമ്പനിക്കെതിരെ കേസ് കൊടുത്തത്. ഒരു ഒലക്കല്ല. നിങ്ങൾ ഏറ്റവും മണി ചെയിൻ നടത്തി നാട്ടുകാരെ പറ്റിക്കുന്നതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുത്തത്. മണി ചെയിൻ നടത്തി ഫിജീഷും അതുപോലെ ഈ ടീമും മണി ചെയിൻ നടത്തിയ നാട്ടുകാരെ പറ്റിച്ച് നാട്ടുകാരെ പൈസ മൂഞ്ചിക്കുന്നതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുത്തത്, വേറൊന്നുമല്ല കേട്ടോ. ഒരു നാഷണൽ പ്രൊമോട്ടർ ആക്കണം ഒരു ഇതും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഒരിക്കലും ഞാൻ സംസാരിച്ചിട്ടില്ല. നീ അയച്ച വോയിസ് എൻ്റെ അടുക്കുണ്ട്. എൻ്റെ 10 ലക്ഷം രൂപ തിരിച്ചു തരാന്ന് പറഞ്ഞിട്ട് തന്നോ? ഇട്ടോ, എല്ലാം ഇട്ടോ. നിന്റെ വോയിസ് എൻ്റെ അടുക്കുണ്ട്. നിന്റെ വോയിസ് എൻ്റെ അടുക്കുണ്ട് കേട്ടോ. നിന്റെ വോയിസ് നീ എൻ്റെ 10 ലക്ഷം രൂപ തിരിച്ചു തരാന്ന് പറഞ്ഞിട്ടുള്ള വോയിസ് എൻ്റെ അടുക്കുണ്ട്. നീ സുമിത്തിനോടും ദിൻരാജിനോടും സംസാരിച്ച വോയിസ് എൻ്റെ അടുക്കുണ്ട്. പ്രതാപനെ ഞാൻ വിളിച്ച് പ്രതാപനെ ഞാൻ വിളിച്ച വോയിസ് എൻ്റെ അടുക്കുണ്ട് കേട്ടോ. പ്രതാപനെ ഞാൻ വിളിച്ച വോയിസ് എൻ്റെ അടുക്കുണ്ട്. ജനുവരി 5-ാം തീയതി പ്രതാപൻ എനിക്ക് നമ്മൾ സംസാരിക്കാന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ഒരു മെയിൽ അയച്ചിട്ടുണ്ട്, അതെൻ്റെ അടുക്കുണ്ട്. പിന്നെ അവനെന്താ ഊരിമാറിയാത്തണ്ടി? മാന്യമായിട്ട് തന്നെ ഞാൻ സംസാരിച്ചേ. നീയായാലും അവനായാലും 2 ഫ്രോഡുകളാണ്, ലോക ഫ്രോഡുകളാണ്. പക്ഷെ നിങ്ങളെ ഈ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കാമെന്ന് ഇനി വിചാരിക്കണ്ട. നാട്ടുകാരെ പറ്റിച്ചിട്ട് നിങ്ങൾ ജീവിക്കാമെന്ന് വിചാരിക്കണ്ട. നീ തന്തയ്ക്ക് പറക്കാതെ എല്ലാം അറിയാം. നീ നിന്റെ അമ്മേൻ്റെയും നിന്റെ എല്ലാവരും കുടുംബചരിത്രം എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. ഞാൻ കേസ് ഞാൻ നടത്തിക്കോളൂ കേട്ടോ. നീ നാട്ടുകാരെ പൈസ വെച്ച് നീ ഒന്നുമില്ലാണ്ട് തൃശ്ശൂർ ടൗണിലെ കൂടെ തെണ്ടി നടന്നോളാം. ഞാൻ എനിക്കറിയാം. തൃശ്ശൂർ ടൗണിലെ കൂടെ ഒരു രൂപ എടുക്കാനില്ലാണ്ട് നീ തെണ്ടി നടന്നവളാണ്. തൃശ്ശൂർ ടൗണിലെ കൂടി 1 രൂപ എടുക്കാനില്ലാണ്ട് തെണ്ടി നടന്നവളാണ് നീ കേട്ടോ.